ഹലോ എവ്രിവൺ, SSC GD 2025 ഫൈനൽ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ച് സമയം മുമ്പ് തന്നെ ദിശ അക്കാഡമിയുടെ ആർമി ചാനൽസ് വഴി തന്നെ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. കുറേ പേരെങ്കിലും അറിയാനുണ്ട്, അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ SSC GD 2025 നമ്മൾ കാത്തിരുന്ന ഒരു റിസൾട്ട് ആയിരുന്നു. ഒരുപാട് പേര് എക്സാംസ് ക്ലിയർ ചെയ്തെന്ന് പറയുന്നുള്ള മെസ്സേജുകളും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി റിലീസ് ചെയ്ത കുറച്ച് മുമ്പ് നമ്മുടെ പേജിൽ റിലീസ് ചെയ്ത ഗൂഗിൾ ഫോംസ് ഫില്ല് ചെയ്തതിൽ നിന്ന് തന്നെ ഏകദേശം 150+ സ്റ്റുഡൻസ് ഇപ്പം SSC GDയുടെ ഈ ഒരു കട്ട് ഓഫ് ഇനിഷ്യൽ കട്ട് ഓഫ് ക്ലിയർ ചെയ്തു ഇപ്പം തന്നെ അറിഞ്ഞിരിക്കുകയാണ്. ഒരുപാട് പേരുടെ കൗണ്ട്സ് നമ്മൾ എടുക്കാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ ഫൈനൽ എത്ര പേര് ദിശ അക്കാഡമിയായിട്ട് ചേർന്ന് നിന്ന് പ്രിപ്പയർ ചെയ്ത് ഈ ഒരു കട്ട് ഓഫ് ക്ലിയർ ചെയ്ത് ആദ്യത്തെ സ്റ്റേജ് എക്സാമാണ്, ഒറ്റ സ്റ്റേജ് എക്സാം മാത്രമേ ഉള്ളൂ. ഇനിയും ഫിസിക്കൽ മെഡിക്കൽ വെരിഫിക്കേഷൻസ് ഒക്കെയാണ് വരുന്നത്. അപ്പം അതിനു മുമ്പ് എത്ര പേര് ക്ലിയർ ചെയ്തെന്നുള്ള റിസൾട്ട് നമുക്ക് അറിയാം. അതിനു മുമ്പ് നമുക്ക് ഇന്നത്തെ SSC GD 2025 കട്ട് ഓഫ് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. നിങ്ങൾ കുറേ പേരെങ്കിലും അറിഞ്ഞു കാണും. ഇപ്പോൾ നമ്മുടെ റിസൾട്ട് വന്നിട്ട് കുറച്ച് നേരം ആയിട്ടുള്ളൂ, വളരെ കുറച്ച് നേരം, 1-2 മണിക്കൂറുകളെ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് തന്നെ ഓൾ ഇന്ത്യ വേക്കൻസീസുമായിട്ട് ബന്ധപ്പെട്ട് ഇതല്ല നമ്മുടെ ഏറ്റവും ലോവസ്റ്റ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഇത് ഓൾ ഇന്ത്യ വേക്കൻസീസ് വരുന്ന NCBയുടെ നാർക്കോട്ടിക് കൺട്രോൾ ബോർഡിൻ്റെയും അതുപോലെ തന്നെ SSFൻ്റെ ഒക്കെ വേക്കൻസീസ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം. ഏറ്റവും ലോവസ്റ്റ് കട്ട് ഓഫ് അല്ല എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ്. ഇത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മെയിൽ കാൻഡിഡേറ്റ് ക്വാളിഫൈഡ് അഗൈൻസ്റ്റ് ഓൾ ഇന്ത്യ വേക്കൻസീസ് ആണ്, ഓൾ ഇന്ത്യ വേക്കൻസീസിൻ്റെ ആണ് പറയുന്നത്. ഇവിടെ വരുന്ന കട്ട് ഓഫ് SSF UR കാറ്റഗറിയിൽ 144 ആണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്, 144 കട്ട് ഓഫ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ NCB വന്നിരിക്കുന്ന കട്ട് ഓഫ് അപ്രോക്സിമേറ്റ് 147. ഇതല്ല ഏറ്റവും ലോവസ്റ്റ് കട്ട് ഓഫ്. ഓൾ ഇന്ത്യ വേക്കൻസീസുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇപ്പോൾ കണ്ട കാൻഡിഡേറ്റ്സ്. ഇനി നമുക്ക് അതർ ദാൻ SSF ആൻഡ് NCB, അതായത് ഇതാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള നമ്മൾ നോക്കിയിരിക്കുന്ന കട്ട് ഓഫ്. ബാക്കി എല്ലാ ഫോഴ്സസും കൂടി ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കട്ട് ഓഫ് ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. EWS കാറ്റഗറിയിലുള്ള 25,270 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ OBC കാറ്റഗറി, UR കാറ്റഗറി, SC/ST കാറ്റഗറി, ഓരോ കാറ്റഗറിയിലും സെപ്പറേറ്റ്ലി തന്നിട്ടുണ്ട്. 3,51,552 പേരാണ് ഈ ലിസ്റ്റിൽ ഫൈനലി ഉള്ളത്. അപ്പോൾ നിങ്ങൾ എങ്ങനെ ഈ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. അതിന് മുമ്പ് തന്നെ നമുക്ക് ഇതിൻ്റെ ഫൈനൽ കട്ട് ഓഫ് ഒന്ന് നോക്കാം. അപ്പോൾ കട്ട് ഓഫ് നോക്കണമെങ്കിൽ ഈ PDF ഈ ഒരു പാർട്ടാണ് നിങ്ങൾ നോക്കുന്നത്. അനക്ഷർ 1 വരുന്ന കട്ട് ഓഫ് ഡീറ്റെയിൽസ് ഓഫ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ക്വാളിഫൈഡ് എഗെയിൻസ്റ്റ് സ്റ്റേറ്റ് യൂണിയൻ ടെറിട്ടറീസ് വേക്കൻസീസ് അതർ ദാൻ NCB ആർ അണ്ടർ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് കേരള റീജിയൻ്റെ കേരള റീജിയൻ്റെ കട്ട് ഓഫ് ആണ് നമുക്ക് നോക്കേണ്ടത്. അപ്പം കേരള റീജിയൻ്റെ കട്ട് ഓഫിലേക്ക് തന്നെ വരാം. ഇവിടെ കേരള EWS കാറ്റഗറി, OBC, SC UR കാറ്റഗറി സെപ്പറേറ്റ്ലി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ജനറൽ ഏരിയ, നെക്സൽ ഏരിയ, അങ്ങനെ രണ്ടാണ് G-യും N-ഉം സെപ്പറേറ്റ്ലി കാണുന്നത്. ജനറൽ UR എന്ന് പറയുന്നത് UR കാറ്റഗറി അൺറിസർവ്ഡ് കാറ്റഗറിയിൽ 95.68 ഇത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ ആണ്. അതേസമയം നക്സൽ ഏരിയ ആണെങ്കിൽ URൽ 48 വരെ കട്ട് ഓഫ്. ഇത്രത്തോളം ഒരു വേരിയേഷൻ ഉണ്ട് URൽ നക്സൽ ഏരിയയും ജനറൽ ഏരിയയും തമ്മിൽ. അതുപോലെ SC കാറ്റഗറി 64 കട്ട് ഓഫ്, SC കാറ്റഗറി 83 കട്ട് ഓഫ്. അതുപോലെ OBC 101 കട്ട് ഓഫ് വന്നിട്ടുണ്ട്. EWS 72 കട്ട് ഓഫ് വന്നിരിക്കുന്നത്. ജനറൽ നക്സൽ ഏരിയ ആണെങ്കിൽ വളരെ ചെറിയ കട്ട് ഓഫ്, വളരെയധികം വേരിയേഷൻ ഉണ്ട് ഇവിടെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ കേസിലും. അപ്പം ഫീമെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ UR കാറ്റഗറിയിൽ കട്ട് ഓഫ് 95 ആണ്. അപ്പോൾ ഈ കട്ട് ഓഫ് ഒക്കെ ഏകദേശം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിരുന്ന അതേ ഒരു ലെവലിൽ തന്നെയാണ് കട്ട് ഓഫ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. ചെറിയ വേരിയേഷൻസ് ഉണ്ട്. അത് പിന്നീട് ഇൻക്രീസ് ചെയ്ത വേക്കൻസിയുടെ പശ്ചാത്തലത്തിൽ നമ്മളതിൽ വേരിയേഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു കട്ട് ഓഫ് ആണ് കണ്ടിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ലിസ്റ്റ് നമുക്കിതൊന്ന് ശ്രദ്ധിക്കാം. കട്ട് ഓഫ് ഡീറ്റെയിൽസ് ഓഫ് മെയിൽ കാൻഡിഡേറ്റ്സ് ക്വാളിഫൈഡ് അഗെയിൻസ്റ്റ് സ്റ്റേറ്റ് യൂണിയൻ ടെറിട്ടറി വേക്കൻസീസ് ഓഫ് ഫോഴ്സസ് അതർ ദാൻ NCB ആൻഡ് SSF. ഇതാണ് നമുക്ക് നോക്കേണ്ടത്. ഒരുപാട് പേര് എഴുതിയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വേക്കൻസീസ് ഫൈനൽ HJK കേരള റീജിയൻ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം കേരള ജനറൽ. അതിനകത്ത് UR കാറ്റഗറി, UR അൺറിസർവ്ഡ് കാറ്റഗറി 58 കട്ട് ഓഫ് വന്നിരിക്കുന്നത്. ഫൈനൽ ഏറ്റവും ലോവസ്റ്റ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് 58 മാർക്കാണ്. നമ്മുടെ ഒരു കട്ട് ഓഫ് അനാലിസിസിൽ 65 റേഞ്ച് ആയിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് പറഞ്ഞിരുന്നു വേക്കൻസീസ് ഇൻക്രീസ് ചെയ്ത പശ്ചാത്തലത്തിൽ ഉറപ്പായിട്ടും കട്ട് ഓഫ് കുറയുമെന്ന് പറഞ്ഞിരുന്നു. ഏകദേശം 60 റേഞ്ചിലേക്ക് ആവുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം ഏകദേശം 58 കട്ട് ഓഫ്, 58 കട്ട് ഓഫ് മാർക്ക് വന്നിരിക്കുന്നത്. ST കാറ്റഗറി ആണെങ്കിൽ അത് 43, SC കാറ്റഗറി 50, OBC 58, അതുപോലെ EWS 40, ESM 32. നക്സൽ ഏരിയ വരികയാണെങ്കിൽ അതിൽ വ്യത്യാസം 48 ആണ്. 58 നിന്ന് 10 വേരിയേഷൻ ഉണ്ട്. 48 UR കാറ്റഗറി വരുന്നത്. ST കാറ്റഗറി ആണെങ്കിൽ 38,
SC കാറ്റഗറി 32, OBC 40, അതുപോലെ EWS 40 വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കട്ട് ഓഫ് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതുപോലെ ഇതിൻ്റെ ഒരു ഫൈനൽ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ലിസ്റ്റ് 2 എന്ന പേരിൽ ദിശ അക്കാഡമിയുടെ ടെലിഗ്രാം ഗ്രൂപ്പുകളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെ സർക്കുലേറ്റ് ചെയ്യേണ്ട ഈ സമയത്തിൻ്റെ ഇടയിൽ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റോൾ നമ്പർ അതിലുണ്ടോ എന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. പേര് നോക്കിയാൽ ഒരു പക്ഷേ ഒരുപാട് സിമിലർ ആയിട്ടുള്ള പേരുകൾ കാണും, കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങളുടെ റോൾ നമ്പർ സെർച്ച് ചെയ്ത് തന്നെ നിങ്ങൾ നോക്കുക. അപ്പോൾ ഒരുപാട് പേര് ഈ സമയത്തിൻ്റെ ഇടയിൽ തന്നെ നിങ്ങൾ എക്സാംസ് ക്ലിയർ ചെയ്തു എന്ന് പറഞ്ഞ് ഇൻഫർമേഷൻ അറിയിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ കണ്ട് പഠിച്ചവരും ദിശ അക്കാഡമിയുടെ കോഴ്സ് എടുത്ത് പഠിച്ചവരും ഒക്കെ നിങ്ങൾ എക്സാംസ് ക്ലിയർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു എക്സാം നിങ്ങൾക്ക് കട്ട് ഓഫ് മറികടക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല എന്ന് വെച്ച് ആരും ഒരിക്കലും ഡീമോട്ടിവേറ്റഡ് ആവരുത്. നിങ്ങളോട് പറയാനുള്ള കാര്യം, എക്സാമിൻ്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്തു എന്ന് പറഞ്ഞ് ഇനിയും കുറേ അധികം കാര്യങ്ങൾ മുമ്പോട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളാരും നിങ്ങളുടെ പ്രിപ്പറേഷൻസ് താത്തു വെക്കുക എന്നൊരു കാര്യത്തിലല്ല ചിന്തിക്കേണ്ടത്. കട്ട് ഓഫ് ക്ലിയർ ചെയ്തവർ നിങ്ങൾ ഫിസിക്കലി കുറച്ചുകൂടെ ഫിറ്റ് ആവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്കറിയാം, ഇത് നമുക്ക് മെയിനായിട്ടും റണ്ണിങ് റേസ് ആണ് വരുന്നത്, ഓട്ട മത്സരമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ടൈം വെച്ചിട്ട് ഓടാനുള്ള പ്രാക്ടീസുകൾ സ്റ്റാർട്ട് ചെയ്തോളൂ. അതുകൂടാതെ ഇനിയും നിങ്ങൾക്ക് ലോവർ കട്ട് ഓഫ് ആണ്, ഏകദേശം കട്ട് ഓഫിന് അടുത്ത് മാർക്കുള്ളവരാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ പഠിത്തം ഡ്രോപ്പ് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ അടുത്ത വർഷത്തെ എക്സാമിന് വേണ്ടിയും കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക. ഒരു പക്ഷേ ഫിസിക്കൽ ചില സമയങ്ങളിലെങ്കിലും ചിലർക്കെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ ആരും മുടക്കരുത്, കണ്ടിന്യൂസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. കാരണം നിങ്ങളിത് ഡ്രോപ്പ് ചെയ്താൽ നിങ്ങൾ ഫിനിഷിങ്ങിൽ നിന്നാണ്, ആദ്യം മുതലാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിച്ചോളുക. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നതാണ്, ഈ കട്ട് ഓഫ് വരുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് നാളുകളായിട്ടേ ചോദിക്കുന്നുണ്ട് നമ്മുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ദിശ അക്കാഡമിയുടെ ഓൺലൈനായിട്ടും ഓഫ്ലൈൻ ആയിട്ടുള്ള കോഴ്സസ് കറൻ്റ്ലി അവൈലബിൾ ആണ്. ദിശ അക്കാഡമി മാത്രമാണ് നമ്മളിപ്പം കുറച്ച് ജസ്റ്റ് മുമ്പാണ് SSC GDയുടെ പുതിയ കോഴ്സ് ഓൺലൈനിൽ അനൗൺസ് ചെയ്തത്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് SSC GDയുടെ ഈ ഓൺലൈൻ കോഴ്സ് ജോയിൻ ചെയ്യാം. അപ്പോൾ അത് പ്രോപ്പർലി ഇപ്പം നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ, അതായത് അടുത്ത GD എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പോൾ പ്രോപ്പറായിട്ട് പഠിച്ചു തുടങ്ങിയാൽ ഇനിയുള്ളൊരു 5 അല്ലെങ്കിൽ 6 മാസം കൊണ്ട് പ്രോപ്പർലി സിലബസ് കവർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനൊരു സമയമുണ്ട്. പലരും എക്സാം അടുക്കുന്ന സമയത്താണ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നത്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഈ വർഷത്തെ എക്സാം ഒരുപക്ഷെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അവസാനത്തെ നിമിഷമാണോ പ്രിപ്പയർ ചെയ്തത് എന്ന് ചിന്തിക്കുക. അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് എക്സാമിന് വേണ്ടി ഇപ്പോഴേ പ്രിപ്പയർ ചെയ്തോളൂ. അതിനൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റിയാണ് SSC GD ഓൺലൈൻ കോഴ്സ്. ഈ ഒരു കോഴ്സിൽ ഇപ്പം മുതൽ നിങ്ങൾക്ക് ബേസിക്സ് പഠിച്ച് എക്സാമിന് ഒരു മാസം 2 മാസം മുമ്പ് തന്നെ സിലബസ് തീർത്തിട്ട് ഫൈനൽ റൗണ്ടിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനൊരു സമയമുണ്ട്. അങ്ങനെയാണെങ്കിലും ഷുവർലി ഏറ്റവും നല്ല ഒരു പോസിബിലിറ്റിയിൽ നിങ്ങൾക്ക് ഈ പരീക്ഷ ക്ലിയർ ചെയ്തെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ ഒരു ഓൺലൈൻ കോഴ്സ് താല്പര്യമുള്ള ആൾക്കാർ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസിന് വേണ്ടി നാളെ തന്നെ അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്തോളൂ. കോഴ്സ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, ബിഗിനിങ് സ്റ്റേജിലാണ്, അതായത് തുടങ്ങിയിട്ടേ ഉള്ളൂ, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത കോഴ്സാണ്. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ എൻറോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈവായിട്ട് കോഴ്സ് പഠിച്ചു പോകാം. മാത്രമല്ല ലൈവ് സെഷനായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു മെൻറ്റർ സപ്പോർട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ ഒരു ഡെഡിക്കേറ്റഡ് മെൻറ്ററിനെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലൊരു കോഴ്സ് നിങ്ങൾ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്തോളുക. അത് മാത്രമല്ല ദിശ അക്കാഡമിയുടെ എല്ലാ ഓഫ്ലൈൻ സെൻറ്റേഴ്സിലും പുതിയ SSC GD ബാച്ച് അടുത്ത ആഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പുതിയ ബാച്ച് ഓഫ്ലൈൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. താല്പര്യമുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. കാരണം ലിമിറ്റഡ് സീറ്റ്സ് ആയിട്ടായിരിക്കും ഈ ഒരു കോഴ്സ് ഇനി നമ്മൾ പോകാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ വർഷത്തെ SSC GD ക്ലിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. നിങ്ങളോട് ഒരു കാര്യം കൂടി അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ നമ്മുടെ ചാനൽ കണ്ടോ നമ്മുടെ കോഴ്സ് കണ്ടോ ഒക്കെ ഈ എക്സാം ക്ലിയർ ചെയ്തവരാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷം ഏകദേശം 300+ 320ഓളം ആൾക്കാർ ദിശ അക്കാഡമിയുടെ ചാനൽ മാത്രം കണ്ട് അല്ലെങ്കിൽ ദിശ അക്കാഡമിയുടെ കോഴ്സ് എടുത്ത് ദിശ അക്കാഡമിയുടെ ഓഫ്ലൈൻ സെൻറ്ററിലും തന്നെ പഠിച്ച് റിസൾട്ട് ഉണ്ടാക്കിയ ആളുകളുണ്ടായിരുന്നു. അതിൽ ഒരു മെജോറിറ്റി നല്ലൊരു പങ്ക് ആൾക്കാർ നേരിട്ട് ജോലിക്ക് പോയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം മാത്രമല്ല, കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട് ഒരുപാട് സ്റ്റുഡൻസ് SSC GD എക്സാംസ് ദിശ അക്കാഡമി വഴി ക്ലിയർ ചെയ്ത് ജോലിയിലിരിക്കുന്ന ആൾക്കാരുണ്ട്. അക്കൂട്ടത്തിൽ ഒരാൾ ആവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ദിശ അക്കാഡമിയോട് ചേർന്ന് പഠിക്കാൻ ഞാൻ നിങ്ങളെല്ലാവരെയും വെൽക്കം ചെയ്യാണ്. ഈ വർഷം എത്രത്തോളം പേര് ക്ലിയർ ചെയ്തു, എത്രത്തോളം റിസൾട്ട് ഉണ്ടെന്നുള്ള കാര്യം വരുന്ന ദിവസങ്ങളിലായിട്ട് നിങ്ങളെല്ലാവരെയും അറിയിക്കാനായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.